അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത് ഫ്രിഡ മക്ഫാഡൻ എഴുതിയിട്ടുള്ള നെവർലയാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ്, ഫ്രീഡ് മക്ഫാഡൻ. അപ്പം യു ക്യാൻ ചെക്ക് ഇറ്റ് ഓൺലൈൻ. അപ്പം ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ ബുക്കാണ് കേട്ടോ. അപ്പം ഈ ബുക്കിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഫ്രിഡ മക്ഫാഡൻ്റെ ഒട്ടുമിക്ക എല്ലാ ബുക്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ത്രില്ലർ ടൈപ്പ് ഓഫ് ബുക്സാണ് പുള്ളിക്കാരി അധികം എഴുതുന്നത്. അപ്പം അതിലേറെയും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എൻഡിങ്ങുകളായിരിക്കും മക്ഫാഡൻ്റെ എല്ലാ ബുക്കിൻ്റെയും എൻഡിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു 150 അല്ലെങ്കിൽ ഒരു 160 പേജൊക്കെ ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ആയിരിക്കും എൻഡിങ് വരുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലായിരിക്കും ബുക്ക് അവസാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ എക്സാക്ട്ലി ചെയ്തായിരുന്നു. അപ്പം ഈ ബുക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂലി വെഡ്സ് ആയിട്ടുള്ള ഏദനും ട്രിഷയും കൂടെ അവർ കുറേ നാളായിട്ട് ഒരു നല്ലൊരു ഹോമിന് വേണ്ടിയിട്ട് അവർ സെർച്ചിങ് ആണ്. അപ്പം ഏദന് കുറച്ച് എന്താ പറയുന്ന ഒരു ആഗ്രഹങ്ങളുണ്ട്. ലൈക്ക് ഇങ്ങനെ വേണം വീട്, ഇങ്ങനെ വേണം, ഒരു റിമോട്ട് ഏരിയയിലായിരിക്കണം, അടുത്തൊന്നും അധികം വീടുകൾ കാണാൻ പാടില്ല, അതുപോലെ തന്നെ കുറച്ച് വലിയ വീടായിരിക്കണം, കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നണം, ഇങ്ങനെയുള്ള കുറച്ച് ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഏദൻ വീടുകൾ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അപ്പം ട്രിഷയ്ക്കാണെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല. കാരണം പുള്ളിക്കാരിക്ക് കുറച്ചും കൂടെ ചുറ്റും വീടുകളുള്ള സ്ഥലമൊക്കെയാണ് ഇഷ്ടം. പക്ഷേ അപ്പോൾ ഹസ്ബൻഡിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വൈഫായിട്ടാണ് ട്രിഷനെ അതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഏദൻ്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും ട്രിഷ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു റിമോട്ട് പ്ലേസിൽ വീട് വേണം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി അതിനെ എതിർക്കുന്ന ഒന്നുമില്ല. ഓക്കെ നമുക്ക് പോകാമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഒരു റിമോട്ട് ഏരിയയിൽ അവരുടെ ഏജൻറ്റ് വിളിച്ചത് പ്രകാരം ഇവർ ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലുമ്പോഴത്തേക്ക് വഴി കംപ്ലീറ്റ് മഞ്ഞായിട്ട് കിടക്കണം. അപ്പോൾ വണ്ടിയൊന്നും പോകുന്നില്ല. അങ്ങനെ വണ്ടി സ്റ്റക്കായി പോകുമ്പോഴത്തേക്ക് ഇവർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് വീടിൻ്റെ 2ാമത്തെ നിലയിൽ ഒരു റൂമിൽ എന്താ പറയുന്നത് ലൈറ്റ് ഓൺ ആയി കിടക്കുകയാണ്. അപ്പോൾ ഋഷി വിചാരിക്കും ആ ഏജൻറ്റ് അവിടെ കാണും, അപ്പം അത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളെ കാത്തിരിക്കുമായിരിക്കും എന്നൊക്കെ ഏദനോട് പറയുന്നുണ്ട്. അപ്പം ഏദൻ കയറി ചെന്ന് അപ്പോൾ ഫോണിൻ്റെ കംപ്ലീറ്റ് സിഗ്നലും എല്ലാ കാര്യങ്ങളും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. അങ്ങനെ ഇവരവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവരുടെ കാറ് കാണുന്നില്ല, ഈ ഏജൻറ്റ് അവിടെ ഉള്ള യാതൊരു തെളിവുമില്ല. മണ്ടയിലത്തെ റൂമിൽ ലൈറ്റ് മാത്രം കിടപ്പുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഈ ലൈറ്റ് അങ്ങ് ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരവിടെ ചെല്ലുമ്പോഴത്തേക്ക് ട്രിഷയ്ക്ക് മനസ്സിൽ എന്തോ ഒരു നെഗറ്റീവ് ഫീലിംഗ് തുടക്കത്തിലേ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെയൊക്കെയോ താക്കോലൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുമ്പോഴത്തേക്ക്, താക്കോൽ തപ്പിപ്പിടിച്ചെടുക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണേലും ഇവിടെ എവിടെയെങ്കിലും പരിസര പ്രദേശത്ത് താക്കോൽ കാണുമെന്നും പറഞ്ഞ് നമ്മൾ നോർമലി ഒരു വീട്ടിൽ കാർപ്പറ്റിനടിയിൽ, പൂച്ചട്ടിയുടെ അടിയിൽ ഇതൊക്കെ നോക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇവർക്ക് താക്കോൽ കിട്ടും. അങ്ങനെ വാതിൽ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. അങ്ങനെ താക്കോലൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇവർ വീടിനകത്തോട്ട് കയറുമ്പോഴത്തേക്കാണ് ഇവർക്ക് ഏകദേശം ഒരു കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാവും. കാരണം വീടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ വീടിൻ്റെ ഡൈനിങ് ഹാളിൽ ഒരു പെൺകുട്ടിയുടെ വലിയൊരു ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ കാണുമ്പോൾ തന്നെ ഏതെങ്കിലും കാര്യം മനസ്സിലാവും ഇത് അഡ്രിയാൻ ഹെയിൽ എന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ്റെ വീടാണെന്ന്. കാരണം അഡ്രിയാൻ ഹെയിലിനെ കാണാതായിട്ട് ഏകദേശം 6 മാസത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ തന്നെ നമ്പർ 1 ഓതർ ആയിട്ടുള്ള അഡ്രിയാൻ ഹെയിലിന് കാണാതായത് ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പം ന്യൂസ് പേപ്പറിലൂടെയൊക്കെ ഇവരുടെ ഫോട്ടോ കണ്ട് രണ്ടുപേർക്കും നല്ല പരിചയമുണ്ട്. അങ്ങനെ അപ്പോൾ ഇവരുടെ ഫോട്ടോ കാണുമ്പോഴേ ഒരു നെഗറ്റീവ് വൈബ് അടിക്കും രണ്ടുപേർക്കും. അപ്പം ഇങ്ങനെ ട്രിഷ പറയും ഇവരെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, പക്ഷേ എന്തൊരു സുന്ദരിയാണ് ഇവരെ കാണാനൊക്കെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവർ കഴിക്കാൻ വല്ല വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്ന ഒരു വീട് പോലെയാണ് നമുക്ക് ഈ വീട് കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ട്രിഷയ്ക്ക് കയറി വരുമ്പോൾ തന്നെ ട്രിഷയ്ക്ക് തോന്നുകയാണ് ഈ വീട്ടിൽ നമ്മൾ കൂടാതെ വേറെ ആരും ഉണ്ടെന്ന് ട്രിഷയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പം ഇത് അവൾ ഏദനോട് പറയുന്നുണ്ടെങ്കിലും ഏദൻ ഇത് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഇവർ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ട്രിഷ ഒന്നും കൂടെ ഉറപ്പിക്കും ഈ വീട്ടിൽ നമ്മൾ കൂടാതെ വേറെ ആരൊക്കെയോ ഉണ്ടെന്ന്. പക്ഷേ ഏദൻ ഇത് ഒരു തമാശയായിട്ട് ഇവർക്ക് തോന്നുന്നതായിട്ടൊക്കെയാണ് ഏദൻ ഇതിനെ കാണുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ബുക്ക് ഷെൽഫിൽ അറിയാതെ തൊടുന്ന ട്രിഷ ഒരു ബുക്ക് വലിക്കുമ്പോഴത്തേക്ക് ഒരു സീക്രട്ട് റൂം ഓപ്പൺ ആവുകയാണ്. അപ്പോൾ ആ സീക്രട്ട് റൂമിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആ റൂമിൽ കംപ്ലീറ്റ് അഡ്രിയാൻ ഹെയിൽ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരി കേട്ടിട്ടുള്ള അവരുടെ പേഷ്യൻസിൻ്റെ സ്റ്റോറീസാണ്. അപ്പം അതൊരു പ്രത്യേകതരം കോഡിൽ എല്ലാ പേഷ്യൻസിൻ്റെയും അവരോട് സംസാരിച്ചിട്ടുള്ള ടേപ്പുകൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന മുറിയാണ്. ഇതിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ട്രിഷയുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ്. കാരണം ട്രിഷയുടെ ലൈഫിനകത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വരെ തെറ്റിമറിച്ച് തകിടം മറിഞ്ഞ് പോവാവുന്ന രീതിയിലുള്ള ടേപ്പ് റെക്കോർഡറുകൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇത് ഇവളെ കേട്ട് പുള്ളിക്കാരി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈൻഡായി
അങ്ങനെ ആ വീട്ടിൽ നടക്കുന്ന ചില ദുരൂഹ സാഹചര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ബാക്കിയുള്ള കഥ പോകുന്നത്. അപ്പം നമ്മൾ പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഓക്കെ ഇതായിരിക്കും ഇതിൻ്റെ എൻഡിങ് എന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു രീതിക്കും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ എൻഡിങ്. ലൈക്ക് എന്താ പറയുന്ന എനിക്കതിന് പറയാനൊരു വാക്കിടുന്നില്ല, അതുപോലൊരു എൻഡിങ് ആണ് കേട്ടോ. അപ്പം ത്രില്ലർ ടൈപ്പ് ബുക്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ഇത് വായിക്കാവുന്ന ബുക്കാണ്. ഫ്രീഡ മക്ഫാഡിൻ്റെ ഒട്ടുമിക്ക എല്ലാ ബുക്കുകളും ഇങ്ങനെയുള്ള ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയും ഒരു കില്ലിങ് അങ്ങനെയൊക്കെയുള്ള കൈൻഡ് ഓഫ് ബുക്കുകളാണ് പുള്ളിക്കാരി തോനെ എഴുതുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം സ്പോയിലേഴ്സ് ഇടല് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു പ്ലോട്ട് കോണ്ടെക്സ്റ്റ് മാത്രം ഇട്ടത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.